HSI മാത്തമാറ്റിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി എന്നുള്ള കൺസെപ്റ്റാണ്. കണ്ടിന്യൂറ്റിയുടെ മലയാള പദം സാന്തത്യം. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആണെന്ന് പറയുക? സിംപ്ലി നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ബ്രേക്കുകളില്ലാതെ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ കഴിയുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതായത് വിത്തൗട്ട് ടേക്കിംഗ് ദ പെൻ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നു. മാത്തമാറ്റിക്കലി ഒരു പോയിന്റ് സി എന്ന് പറയുന്നതിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കണം. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ സി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നുള്ളതിൻ്റെ മലയാള പദം സന്തത ഫലനങ്ങൾ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തത ഫലനങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അതായത് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന്. ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അതായത് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അവിടെ ബ്രേക്കുകൾ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് ആ പോയിന്റിൽ എന്ന് പറയാം. അതായത് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റികളാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി അതായത് അപനേയ അസാന്തത്യം എന്നാണ് അതിൻ്റെ മലയാള പദം. അപനേയ അസാന്തത്യം. ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിൽ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിൽ കണ്ടീഷൻ ഇതാണ്: ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സി. ഈ ഒരു കേസ് വരുമ്പോഴാണ് വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് ദി പോയിന്റ് എക്സ് ഈക്വൽ ടു സി. എക്സ് ഈക്വൽ ടു സി എന്നുള്ള പോയിന്റിന് ഫംഗ്ഷന് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സി ആവുന്ന കേസുകളിലാണ്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x by x square minus 4 when x not equal to 2, 0 when x equal to 2. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അറ്റ് ദി പോയിന്റ് എക്സ് ഈക്വൽ ടു 2 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ വി നോ ദാറ്റ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 2 ആയിരിക്കണം. ഇവിടെ നമുക്കറിയാം എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 0 അല്ലേ? എഫ് ഓഫ് 2 ഈക്വൽ ടു 0 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2x ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. ദാറ്റ് ഈസ് ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 2x നിന്ന് ഞാൻ എക്സിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇവിടെ എക്സ് മൈനസ് ടു ക്യാൻസൽ ചെയ്യുന്നു. വി ഗെറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എക്സ് ബൈ എക്സ് പ്ലസ് 2. ദാറ്റ് ഈസ് ഇവിടെ ലിമിറ്റ് വാല്യൂ എങ്ങനെ വരും? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു ബട്ട് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 2. ദിസ് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് നമ്മൾ എന്ത് പറയുന്നത്? റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. കാരണം ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എഫ് ഓഫ് 2വിനെ റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ വിൽ ബി കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2 അറ്റ് എക്സ് ഈക്വൽ ടു 2. Then this function would be continuous at x equal to 2. This type of discontinuity ആണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി
അതായത് പ്രഥമ രീതിയിലുള്ള അസാന്തത്യം. പ്രഥമ രീതിയിലുള്ള അസാന്തത്യം അല്ലെങ്കിൽ ലഘുവായ അസാന്തത്യം. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ബട്ട് മേ ഓർ മേ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സി. അതായത് എഫ് ഓഫ് സിയോട് ഈക്വൽ ആവുകയോ ഈക്വൽ ആവാതിരിക്കുകയോ ചെയ്യുന്ന കേസുകളാണ് ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു അറ്റ് ദാറ്റ് പോയിന്റ്. ബട്ട് ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം. ദിസ് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയാണ് ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് നോൺ ഇൻറ്റിജേഴ്സ് ആവുന്ന കേസിൽ, എക്സ് ഇൻറ്റിജേഴ്സ് ആവുന്ന കേസിൽ ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് ഇൻറ്റിജേഴ്സ് ആവുന്ന കേസിൽ ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റിക്കുള്ള എക്സാമ്പിളാണ്. ജസ്റ്റ് വി ആർ ടേക്കിംഗ് ദ നമ്പർ x equal to 1. ഈ കേസിൽ ഇത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ വി നോ ദാറ്റ് എങ്ങനെയായിരിക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് 1. ഹിയർ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 ഈസ് ഈക്വൽ ടു 1. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്. അതായത് 1 മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ 1നേക്കാൾ ചെറിയ നമ്പേഴ്സാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 0.5, 0.5 ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ജസ്റ്റ് ബിലോ ആയിട്ടുള്ള ഇൻറ്റിജറെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 0.5ന് തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 0. അതായത് ഇവിടെ 0 എന്ന് വരും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്. 1 പ്ലസ് എന്ന് പറയുമ്പോൾ എക്സിന് 1നേക്കാൾ വലിയ വാല്യൂസ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 1.5 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1.5 എന്ന് പറഞ്ഞാൽ 1.5ന് തൊട്ട് താഴെയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഇവിടെ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നു. ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ. ഓൾറെഡി ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഫ് ഓഫ് 1നോട് ഈക്വൽ ആവുന്നുമുണ്ട്. ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോഴാണ് വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു ബോത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ബട്ട് ദ വാല്യൂ ഈസ് മേ ഓർ മേ നോട്ട് ഈക്വൽ ടു ദ value of function at that point. This type of discontinuity is called the first kind discontinuity. Next one is second kind discontinuity. Second kind discontinuity. ദ്വിതീയ രീതിയിലുള്ള അസാന്തത്യം. ദ്വിതീയ രീതിയിലുള്ള അസാന്തത്യം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഓർ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓർ ബോത്ത്. അതായത്
ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. അതല്ലെങ്കിൽ ഇവ രണ്ടും എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്ന കേസുകളിലാണ് വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഓഫ് സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 1 by x when x not equal to 0. 0 when x equal to 0. In this case, at x equal to 0 il continuous ആവണമെങ്കിൽ limit x tends to 0 f of x should be equal to f of 0 ആയിരിക്കണം. Here limit x tends to 0 f of x equal to limit x tends to 0 sin 1 by x. ഇവിടെ 1 by x ന് h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. As x tends to 0, x tends to 0, h tends to infinity. ഈ ലിമിറ്റ് h tends to infinity sin h എന്ന് ചേഞ്ച് ചെയ്യും. ഈ ലിമിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് hന്റെ വാല്യൂ ആർബിട്രറി ലാർജ് ആവുന്നു. ബട്ട് വി നോ ദാറ്റ് ഇൻ ദിസ് കേസ് sin hന്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 and 1. hന്റെ വാല്യൂ ആർബിട്രറി ലാർജ് ആവുമ്പോഴും sin hന്റെ വാല്യൂ -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ പീരിയോഡിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇൻ ദിസ് കേസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇൻ ദിസ് കേസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റിയാണ് സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി, അതായത് അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു ബട്ട് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സി അറ്റ് ദാറ്റ് പോയിന്റ്. അടുത്തത് ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അതിൽ ബോത്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു ബട്ട് മേ ഓർ മേ നോട്ട് ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ്. തേർഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി, അതിൽ ബോത്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്നു. ഈ കേസിനെയാണ് സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്.